L2. പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം ക്ലാസ് ജീവശാസ്ത്രം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്? വിവിധ പോഷകങ്ങൾ, ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ്, ദഹനം അഥവാ ഡൈജഷൻ, ദഹന വ്യവസ്ഥ ഡൈജസ്റ്റീവ് സിസ്റ്റം, വിവിധതരം പല്ലുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്, ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. അതിനൊപ്പം തന്നെ ഞാൻ നൽകിയ ചില പ്രവർത്തനങ്ങളുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൃത്യമായി നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങളുടെ അധ്യാപികയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കാം. പല്ലുകൾക്ക് ബാഹ്യഘടനയിൽ വ്യത്യാസമുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ് നാം മനസ്സിലാക്കിയല്ലോ. 4 തരത്തിലുള്ള പല്ലുകളുണ്ടെന്നും മനസ്സിലാക്കി. ഈ ബാഹ്യഘടനയിലുള്ള വ്യത്യാസം അവയുടെ ധർമ്മത്തിനനുസരിച്ചുള്ള അനുകൂലനം മാത്രമാണ്. ദ ഡിഫറൻസ് ഇൻ ദ എക്സ്റ്റേണൽ സ്ട്രക്ചർ ഈസ് ഓൺലി ദ അഡാപ്റ്റേഷൻ ടു പെർഫോം ദെയർ ഫങ്ഷൻസ്. അങ്ങനെയാണെങ്കിൽ അവയുടെ ആന്തരഘടനയിൽ അവ തമ്മിൽ എന്തെങ്കിലും സമാനതയുണ്ടോ? ഇവിടെ നൽകിയിരിക്കുന്ന ഈ ചിത്രം നിരീക്ഷിക്കൂ. 2 വ്യത്യസ്ത പല്ലുകൾ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്, അല്ലേ? ഓർമ്മയുണ്ടോ ഇത് ഏതാണെന്ന്? ആദ്യത്തേത് കോമ്പല്ലും രണ്ടാമത്തേത് ചർവണകവുമാണ്. ഫസ്റ്റ് വൺ ഈസ് കാനൈൻ, സെക്കൻഡ് വൺ ഈസ് ദ മോളാർ. അവയുടെ നെടുകയുള്ള ഛേദമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. എന്തെങ്കിലും സാമ്യത കാണുന്നുണ്ടോ? ഉണ്ടല്ലേ? എവിടേക്കോ ചില സാമ്യതകൾ ഉള്ളതായിട്ട് തോന്നുന്നില്ലേ? ആ സാമ്യതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എല്ലാ പല്ലുകളും നിർമ്മിച്ചിരിക്കുന്നത് ഡെൻഡൈൻ എന്ന ജീവനുള്ള കല കൊണ്ടാണ്. ഓൾ ടീത്ത് ആർ മെയ്ഡ് ഓഫ് എ ലിവിങ് ടിഷ്യൂ കോൾഡ് ഡെൻഡൈൻ. പല്ലിന് വ്യക്തമായ 3 ഭാഗങ്ങളുണ്ട്: ദന്തമകുടം, ദന്തഗളം, ദന്തമൂലം എന്നിവയാണ് ആ 3 ഭാഗങ്ങൾ. ടൂത്ത് ഹാസ് 3 distinct parts such as crown, neck and root. ദന്തമകുടം നോക്കൂ, ക്രൗൺ എന്ന ഭാഗം നോക്കൂ, മോണയ്ക്ക് മുകളിലുള്ള ഭാഗമാണ്. ഇവിടെ ഇനാമൽ എന്ന നിർജീവ കല കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. ക്രൗൺ is the part that can be seen above the gum. It is a visible part. ഇതാണ് കാണുന്ന ഭാഗം. And this crown is covered by a dead tissue called enamel. ഇനി എന്താണ് ഇനാമലിൻ്റെ പ്രത്യേകത? എന്തായിരിക്കും ഇനാമലിൻ്റെ നിറം? അറിയാമല്ലോ അല്ലേ? ഇനാമലിൻ്റെ നിറം വെള്ളയാണ്. ഇനാമൽ ഇസ് വൈറ്റ് ഇൻ കളർ. മറ്റൊരു പ്രത്യേകത, ഇതാണ് ശരീരത്തിലെ കാഠിന്യമേറിയ പദാർത്ഥം, കാഠിന്യമേറിയ ഭാഗവും. ഇനാമൽ ഇസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് അവർ ബോഡി. വേറൊന്ന്, ഇത് നിർജീവമാണ്, അഥവാ നിർജീവ കലയാൽ നിർമ്മിതമാണ്. ഇനാമൽ ഈസ് ഡെഡ് ടിഷ്യൂ. ഇത്രയുമാണ് ദന്തമകുടത്തിനെ പറ്റി പറയാനുള്ളത്. അടുത്ത ഭാഗം വളരെ ചെറിയൊരു ഭാഗമാണ്. അതിൻ്റെ പേരാണ് ദന്തഗളം, നെക്ക്. അതായത് മോണയിലുള്ള പല്ലിൻ്റെ ഭാഗമാണ് ദന്തഗളം. നെക്ക് ഇസ് ദ പാർട്ട് ഓഫ് ടൂത്ത് that can be seen in the gum. അടുത്ത 3ാമത്തെ ഭാഗമായിട്ടുള്ള ദന്തമൂലമാണ്. മോണയ്ക്കുള്ളിൽ താടിയെല്ലിലെ കുഴികളിൽ ഉറപ്പിച്ചിട്ടുള്ള ഭാഗമാണിത്. റൂട്ട് is a part that is fixed in the socket of the gum. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? ഈ ദന്തമൂലം താടിയെല്ലിലെ കുഴികളിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം വേണ്ടേ? അപ്പോൾ നമ്മുടെ വീടൊക്കെ നിർമ്മിക്കുമ്പോൾ ഇഷ്ടികയും കല്ലുമൊക്കെ ഉറപ്പിക്കാൻ എന്താണ് ഉപയോഗിക്കാറുള്ളത്? അതെ, സിമൻറ്റ് ഉപയോഗിക്കാറുണ്ട് അല്ലേ?
ഇവിടെ അതുപോലെ തന്നെ ഈ ദന്തമൂലം ആ കുഴിയിൽ ഉറപ്പിച്ചിരിക്കുന്നത് കാൽസ്യം അടങ്ങിയ സിമൻറ്റം എന്ന യോജകലയാലാണ്. സോ ദ റൂട്ട് ഓഫ് ദ ടൂത്ത് ഇറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ദ ഹെൽപ്പ് ഓഫ് കാൽസ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ കോൾഡ് സിമൻറ്റം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ഇവിടെ കാണിച്ച 2 പല്ലിൻ്റെയും മധ്യഭാഗത്ത് ഒരു അറ നിങ്ങൾക്ക് കാണാം. എ സെൻട്രൽ ക്യാവിറ്റി ഇൻ ദിസ് ടീത്ത്. ഈ അറയ്ക്ക് പൾപ്പ് ക്യാവിറ്റി എന്നാണ് പറയുന്നത്. ദിസ് ക്യാവിറ്റി, സെൻട്രൽ ക്യാവിറ്റി ഈസ് നോൺ ആസ് പൾപ്പ് ക്യാവിറ്റി. അതിൽ പൾപ്പ് എന്ന മൃദുവായ യോജകല കാണപ്പെടുന്നുണ്ട്. അപ്പോൾ പൾപ്പ് ക്യാവിറ്റിയിൽ പൾപ്പ് എന്ന മൃദുവായ യോജകല കാണപ്പെടുന്നു. എ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ഈസ് സീൻ ഇൻ ദ പൾപ്പ് ക്യാവിറ്റി. ആ മൃദുവായ യോജകലയിൽ അഥവാ ആ പൾപ്പിൽ രക്തക്കുഴലുകളും ലിംഫ് നാഡീതന്തുക്കളും കാണപ്പെടുന്നുണ്ട്. ബ്ലഡ് വെസൽസ്, ലിംഫ് ഡക്ട്സ് ആൻഡ് നെർവ് ഫൈബേഴ്സ് ആർ ഓൾസോ സീൻ ഇൻ ദ പൾപ്പ്. നോക്കൂ, നമ്മൾ 2 പല്ലുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് കോമ്പല്ലും ചർവണകം, കാനൈനും അതുപോലെ തന്നെ മോളാർ. എല്ലാ പല്ലുകളുടെ ഘടന നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആന്തരികമായിട്ട് ഈ സമാനതകൾ, ഈ പ്രത്യേകതകൾ കണ്ടെത്താനാവും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ബാഹ്യമായിട്ട് എല്ലാ പല്ലുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അഥവാ 4 തരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത്. ഈ ബാഹ്യമായിട്ടുള്ള വ്യത്യാസത്തിന് എന്താണ് കാരണം? അവ ചെയ്യുന്ന ധർമ്മത്തിനനുസരിച്ചുള്ള ഒരു അനുകൂലനമാണ്, അഥവാ അഡാപ്റ്റേഷനാണ്. ഇറ്റ് ഈസ് ഓൺലി എൻ അഡാപ്റ്റേഷൻ ടു പെർഫോം ദ ഫങ്ഷൻ. അതേസമയം എല്ലാ പല്ലുകളും തന്നെ അവയുടെ ആന്തരഘടനയിൽ വളരെയധികം സാമ്യതയുണ്ട്, വളരെയധികം സമാനതകളുണ്ട് എന്ന് നാം മനസ്സിലാക്കിയല്ലോ അല്ലേ? എങ്കിൽ പല്ലുകളുടെ ആന്തരഘടനയിലുള്ള സാമ്യത, ധർമ്മത്തിലുള്ള വ്യത്യാസം എന്നിവയെപ്പറ്റി ഒരു കുറിപ്പ് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ തയ്യാറാക്കൂ. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഇൻറ്റേർണൽ സ്ട്രക്ചറൽ സിമിലാരിറ്റി ആൻഡ് ഫങ്ഷണൽ ഡിഫറൻസസ് ഓഫ് ടീത്ത്. അതിനൊപ്പം തന്നെ ഈ ഘടന കാണിക്കുന്ന ചിത്രം കൂടി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം. ഡ്രോ ദ ഡയഗ്രാം ഷോയിങ് ദ സ്ട്രക്ചർ ഓഫ് ടൂത്ത് ആൻഡ് ലേബൽ ദ പാർട്സ്. അതിനൊപ്പം നിങ്ങൾക്ക് ക്രിയാത്മകമായ ഒരു പ്രവർത്തനം കൂടി ഞാൻ നിർദ്ദേശിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പല്ലിൻ്റെ ആന്തരഘടന കാണിക്കുന്ന ഒരു മാതൃക നിർമ്മിക്കൂ. എന്നിട്ട് അത് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ പ്രദർശിപ്പിക്കൂ. കൺസ്ട്രക്ട് എ മോഡൽ ഓഫ് എ ടൂത്ത് ഷോയിങ് ഇറ്റ്സ് ഇൻറ്റേർണൽ സ്ട്രക്ചർ യൂസിങ് അവൈലബിൾ മെറ്റീരിയൽസ് ആൻഡ് എക്സിബിറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ് ഗ്രൂപ്പ്. ഇപ്പോൾ നമ്മൾ പല്ലിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. 4 തരത്തിലുള്ള പല്ലുകളുണ്ടെന്നും അവയ്ക്ക് ബാഹ്യമായിട്ട് വ്യത്യാസങ്ങളുണ്ടെന്നും ആന്തരികമായിട്ട് അവയ്ക്ക് സമാനതകളുണ്ടെന്നും ഓരോ പല്ലിൻ്റെയും ധർമ്മങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. ദഹനപ്രക്രിയ വായിൽ വെച്ച് ആരംഭിക്കുകയാണ്. ആ വായിൽ വെച്ച് ദഹനപ്രക്രിയ ആരംഭിക്കുമ്പോൾ അതിന് സഹായിക്കുന്ന 3 കാര്യങ്ങൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? പല്ലുകൾ, നാക്ക്, ഉമിനീർ. അതിൽ ദഹനപ്രക്രിയയിൽ പല്ലുകൾക്കുള്ള പങ്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അതായത് ആഹാരത്തിനെ കടിച്ചു മുറിക്കാനും കടിച്ചു കീറാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നതാണ് പല്ല്. ഇനി ഭാഗം കൂടിയില്ലേ, നാക്ക്. അതിന് ദഹനപ്രക്രിയ എന്താണ് പങ്ക് നോക്കാം. ആഹാരം കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിന് രുചി അറിഞ്ഞാലല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ആഹാരം നമ്മൾ വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ രുചി അറിയണം. ആ രുചി അറിയാൻ സഹായിക്കുന്നത് നാവിലെ ഉപരിതലത്തിലുള്ള സ്വാദുമുകുളങ്ങളാണ്. അപ്പോൾ നാവിൻ്റെ ഒരു ധർമ്മം എന്താണ്? ആഹാരത്തിന് രുചി അറിയാൻ സഹായിക്കുന്നു. ദ ടേസ്റ്റ് ബഡ്സ് ഇൻ ദ ടങ് ഹെൽപ്പ് ഇൻ ദ സെൻസേഷൻ ഓഫ് ടേസ്റ്റ്. രുചി അറിഞ്ഞു കഴിഞ്ഞാലോ, ആഹാരത്തിന് രുചിയുണ്ടെങ്കിൽ നമ്മൾ അത് ചവച്ചരയ്ക്കാനും കടിച്ചു മുറിക്കാനൊക്കെ തുടങ്ങുന്നു അല്ലേ? ആ പല്ലുകളാണത് ചെയ്യുന്നത്.
പക്ഷെ പല്ലുകൾക്ക് ആ ആഹാരം ചവച്ചരയ്ക്കാൻ വേണ്ട സഹായം ചെയ്യുന്നത് ആരാണ്? നാക്കാണ്. സോ ദ ടങ് ഹെൽപ്സ് ദ ടീത്ത് ടു മാസ്റ്റിക്കേറ്റ് ദ ഫുഡ് മെറ്റീരിയൽസ്. അങ്ങനെ നമ്മൾ ചവച്ചരയ്ക്കുമ്പോൾ ആഹാരം ഉമിനീരുമായിട്ട് കൂട്ടി കലർത്തപ്പെടുന്നു. അപ്പോൾ നാക്കിൻ്റെ അടുത്ത ധർമ്മമായി. എന്താണ് അടുത്ത ധർമ്മം? ആഹാരത്തെ ഉമിനീരുമായി കൂട്ടി കലർത്തുന്നു. സോ ടങ് മിക്സസ് ദ ഫുഡ് വിത്ത് സലൈവ. അങ്ങനെ ചവച്ചരച്ച് കഴിഞ്ഞു. ചവച്ചരയ്ക്കുമ്പോൾ ആഹാരം ഉമിനീരുമായിട്ട് കൂടി കലർന്നു കഴിഞ്ഞു. ആ ആഹാരത്തിനെ ഇനി വിഴുങ്ങണം, അടുത്ത ഭാഗത്തേക്ക് എത്തിക്കണം. അങ്ങനെ ചവച്ചരച്ച ആഹാരത്തെ വിഴുങ്ങാൻ സഹായിക്കുന്നതും ആരാണ്? ഈ നാക്കാണ്. സോ ദ ടങ് ഓൾസോ ഹെൽപ്സ് ടു swallow ദ ഫുഡ്. അപ്പോൾ നാക്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ദഹനവുമായി ബന്ധപ്പെട്ട് നാക്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ആഹാരത്തിന് രുചി അറിയാൻ സഹായിക്കുന്നു. രുചി അറിഞ്ഞാൽ നമ്മളത് ചവച്ചരയ്ക്കുന്നു. ചവച്ചരയ്ക്കുമ്പോൾ ഉമിനീരുമായിട്ട് ആഹാരം കൂട്ടിക്കലർത്തപ്പെടുന്നു, ആഹാരം വിഴുങ്ങുന്നു. ഈ 4 കാര്യങ്ങളും നമുക്കിങ്ങനെ ക്രോഡീകരിക്കാം. നാക്ക് ആഹാരത്തിന് രുചി അറിയാൻ സഹായിക്കുന്നു, ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു, ഉമിനീരുമായിട്ട് ആഹാരത്തെ കൂട്ടിക്കലർത്തുന്നു, ചവച്ചരച്ച ആഹാരത്തെ വിഴുങ്ങാൻ സഹായിക്കുന്നു. ഇത്രയുമാണ് ദഹനപ്രക്രിയയിൽ നാക്കിനുള്ള പങ്ക്. ഇപ്പോൾ വായിൽ വെച്ചുള്ള ദഹനത്തിൽ പല്ലുകൾ, നാക്ക് എന്നിവയുടെ പങ്ക് വളരെ വ്യക്തമായല്ലോ. അപ്പോൾ ഇത്രമാത്രം പ്രാധാന്യമുള്ള പല്ലുകൾ നന്നായി സംരക്ഷിക്കേണ്ടതില്ലേ? എങ്കിലിനി ഡോക്ടർ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. എന്തിനാണ് ഇപ്പോൾ ഈ വരവ് എന്നാവും? നിങ്ങളുടെ വായിൽ കുറച്ചധികം പല്ലുകൾ ഉള്ളതിന്റെ അഹങ്കാരം കൊണ്ടാണോ എന്നറിയില്ല, പല്ലിന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധക്കുറവുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഈ വരവ്. ആദ്യത്തെ കാര്യം, എന്നും 2 നേരം ബ്രഷ് ചെയ്യണം. രാവിലെ രാത്രി വെറുതെ ബ്രഷ് ചെയ്താൽ പോരാ, ഫ്ലൂറിഡുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യണം. എങ്ങനെ ബ്രഷ് ചെയ്യണം എന്നാവും, അത് ഞാൻ കാണിച്ചു തരാം. ബ്രഷ് ചെയ്യുന്ന രീതി, ബ്രഷ് സോഫ്റ്റോ അല്ലെങ്കിൽ മീഡിയം ബ്രഷോ എടുത്തിട്ട് 45 ഡിഗ്രി ചെരിച്ച് പിടിച്ച് ഇതുപോലെ സർക്കുലർ മോഷനിൽ 2 പല്ലുകൾ വീതം ബ്രഷ് ചെയ്യുക. അതുപോലെ തന്നെ പല്ലിന്റെ മുകൾ ഭാഗവും ഉൾഭാഗവും ചെറിയ സർക്കുലർ മോഷനിൽ ബ്രഷ് ചെയ്യുക. അതായത് രമണ, ബ്രഷിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണാവശിഷ്ടങ്ങളുടെ പൊടി പോലും ഉണ്ടാവരുത് കണ്ടുപിടിക്കാനെന്ന്. ഇപ്പൊ പക്ഷെ പല്ലിന്റെ കാണുന്ന ഭാഗങ്ങൾ മാത്രമേ ക്ലീൻ ആയിട്ടുള്ളൂ. പല്ലിന്റെ കാണാത്ത ഭാഗങ്ങൾ കൂടെ ക്ലീൻ ചെയ്യണം. അതെങ്ങനെയെന്നല്ലേ? അതിന് നിങ്ങൾ ഫ്ലോസിംഗ് ചെയ്യണം. ഫ്ലോസിംഗ് ചെയ്യുന്നത് എങ്ങനെയാവും എന്നാവും, അത് ഞാൻ കാണിക്കാം. ഫ്ലോസിംഗ് ചെയ്യുന്ന രീതി, ഒരു 16 മുതൽ 18 സെന്റിമീറ്റർ നീളത്തിൽ ഫ്ലോസ് എടുത്ത് ഇതുപോലെ നമ്മുടെ ചൂണ്ടുവിരൽ ചുറ്റി പല്ലിന്റെ ഇടയിൽ ഇതുപോലെ ക്ലീൻ ചെയ്യുക. പല്ലിന്റെ ഇടകൾ സി ഷേപ്പ് രൂപത്തിലാണ്, അതുകൊണ്ട് ഇതുപോലെ സി ഷേപ്പ് രൂപത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോ പല്ലുകൾ ഏകദേശം വൃത്തിയായി. പക്ഷെ അത് മാത്രം പോരാ, പല്ലുകളെ താങ്ങി നിർത്തുന്ന മോണയെ കൂടി ഒന്ന് പരിഗണിക്കണം. അതിന് നിങ്ങൾ മൗത്ത് വാഷ് ഉപയോഗിക്കണം. പല്ലിന് പണി തരുന്ന ചില ബാക്ടീരിയകളുണ്ട്, അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനാണ് മൗത്ത് വാഷ് ഉപയോഗിക്കാൻ പറയുന്നത്. പിന്നെ പല്ലുകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് നാട്ടില്, പല്ല് ഡോക്ടർമാരെന്ന് പറയാ. 6 മാസത്തിലൊരിക്കൽ അവരെ പോയിട്ടൊന്ന് കാണണം. പല്ലുകൾ കാണുന്നത് പല്ല് ഡോക്ടർമാർക്കും പല്ല് ഡോക്ടർമാരെ കാണുന്നത് പല്ലുകൾക്കും കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണെന്നേ. അത് മാത്രം പോരാ, പല്ലുകൾക്ക് എന്തെങ്കിലും കേടുകളുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യിക്കും, പല്ലുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിക്കും വേണം. അപ്പൊ ഇത്രയൊക്കെ ചെയ്താൽ പല്ലുകളുടെ കാര്യം ഓക്കെയാണ്. അല്ലെങ്കിൽ ഒരു രാത്രി പല്ലുവേദനയുടെ ഒരു വരവ് വരും, ഒരൊന്നൊന്നര വരവ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ അല്ലേ? എങ്കിലും പ്രവർത്തനം എഴുതിക്കോളൂ. നാക്കും പല്ലുകളും സംരക്ഷിക്കേണ്ടതിനാവശ്യമായ ശീലങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ തയ്യാറാക്കുക. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഹാബിറ്റ്സ് നീഡഡ് ടു പ്രൊട്ടക്ട് ദ ടങ് ആൻഡ് ടീത്ത്. ഇപ്പോൾ വായിൽ വെച്ച് നടക്കുന്ന ദഹനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെ? പല്ലുകളുടെ പ്രാധാന്യവും അതോ പല്ലുകളുടെ പങ്കും, അതുപോലെ തന്നെ നാക്കിൻ്റെ പങ്കും. ഇനി ഒന്നുകൂടി പറയാൻ ബാക്കിയില്ലേ? ഏതാണ്? അതെ, ഉമിനീരാണ് അല്ലേ?
ഇവിടെ നോക്കൂ, എന്താണ് കാണുന്നത്? വളരെ രുചികരമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ് ഇവിടെ കാണുന്നത് അല്ലേ? ഇത് കണ്ടപ്പോൾ എന്ത് തോന്നി നിങ്ങൾക്ക്? എന്താ തോന്നിയത്? രുചികരമായ ആഹാര പദാർത്ഥങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ പോലും കാണേണ്ട ആവശ്യമില്ല, രുചികരമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ പോലും വായിൽ വെള്ളമൂറും, അഥവാ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടും. അവർ മൗത്ത് വാട്ടേഴ്സ് ദ മൊമെൻറ്റ് വി തിങ്ക് ഓഫ് ടേസ്റ്റി ഫുഡ് ഓർ സലൈവ പ്രൊഡക്ഷൻ ഇൻക്രീസസ് അറ്റ് ദാറ്റ് ടൈം. എങ്കിൽ ദഹനപ്രക്രിയയിൽ ഉമിനീരിന് വല്ല പങ്കുമുണ്ടോ? ഡസ് സലൈവ പ്ലേ എനി റോൾ ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ? നിങ്ങളുടെ ഊഹം എന്താണ്? ഒന്ന് സയൻസ് ഡയറിയിൽ കുറിക്കൂ. നോക്കാം. ഇതൊന്ന് നിരീക്ഷിക്കൂ. നമ്മുടെ വായയുടെ ഭാഗമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്താണ് മനസ്സിലായത്? നോക്കൂ, ഒരു വശം മാത്രമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അവിടെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? 3 ഉമിനീർ ഗ്രന്ഥികൾ കാണാൻ പറ്റും. ചെവിക്ക് തൊട്ട് താഴെയും നാക്കിനടിയിലും അതുപോലെ തന്നെ കവിളിൻ്റെ തൊട്ട് ഭാഗത്തായിട്ട് നമുക്ക് 3 ഉമിനീർ ഗ്രന്ഥികൾ കാണാൻ പറ്റും. ഇതൊരു വശം മാത്രമാണ്. ഇതുപോലെ മറുവശത്തുമുണ്ട്. അപ്പോൾ നമുക്ക് ആകെ എത്ര ഉമിനീർ ഗ്രന്ഥികളുണ്ട്? 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ നമുക്ക് വായിൽ ഉണ്ട്. We have 3 pairs of salivary glands in our mouth. ഈ 3 ഉമിനീർ ഗ്രന്ഥികളും ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമുണ്ട്. അതിൻ്റെ പേരാണ് ഉമിനീർ. So the secretion of these glands is known as the saliva. ആ ഉമിനീർ എങ്ങനെയാണ് ദഹനത്തിന് സഹായിക്കുന്നതെന്നത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി ഉമിനീരിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ആദ്യം മനസ്സിലാക്കണം. ഉമിനീരിൽ ശ്ലേഷ്മം എന്നൊരു ഘടകവും എൻസൈം അഥവാ രാസാഗ്നികളുമുണ്ട്. ശ്ലേഷ്മവും രാസാഗ്നികളുമാണ് ഉമിനീരിലെ പ്രധാന ഘടകങ്ങൾ. ശ്ലേഷ്മം അഥവാ മ്യൂക്കസ്, ഇത് എന്തിനു സഹായിക്കുന്നു? ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നു. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. നിങ്ങളൊരു പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം വെള്ളം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും പുട്ടുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇപ്പോൾ നിങ്ങൾ പുട്ടുപോലെയുള്ള ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം എന്ന് പറഞ്ഞാൽ ജലാംശം കുറഞ്ഞ ഭക്ഷണ പദാർത്ഥം കഴിക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഭക്ഷണം വളരെ ഭംഗിയായിട്ട് അന്നനാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കാണാം. നിങ്ങളുടെ അനുഭവമാണ്, നമ്മുടെയൊക്കെ അനുഭവമാണ് അല്ലേ? അതിന് സഹായിക്കുന്നവരാണ് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഉമിനീരിൽ ശ്ലേഷ്മം അടങ്ങിയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ശ്ലേഷ്മം ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നു. സോ ദ മ്യൂക്കസ് മേക്സ് ദ ഫുഡ് സ്ലൈമി സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സ്വാലോഡ്. ഇനി ഞാൻ പറഞ്ഞു, ശ്ലേഷ്മം കൂടാതെ ഉമിനീരിൽ എൻസൈമുകളുണ്ട്, രാസാഗ്നികളുണ്ട്. സലൈവ ഓൾസോ കണ്ടെയ്ൻസ് എൻസൈംസ്. 2 എൻസൈമുകളാണ് പ്രധാനമായിട്ടും, 2 രാസാഗ്നികളാണ് പ്രധാനമായിട്ടും ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നത്. അതിലൊന്ന് ലൈസോസൈം, മറ്റൊന്ന് സലൈവറി അമിലേസ്. ലൈസോസൈം ആൻഡ് സലൈവറി അമിലേസ്. ഈ ഓരോ എൻസൈമിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. ലൈസോസൈം ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നു. രണ്ടാമത്തെ എൻസൈം, രണ്ടാമത്തെ രാസാഗ്നി, അതിൻ്റെ പേരാണ് സലൈവറി അമിലേസ്. സലൈവറി അമിലേസ് എന്താണ് ഇതിന് ധർമ്മം? അന്നജത്തെ ഭാഗികമായി മാൾട്ടോസാക്കി മാറ്റുന്നു. സോ സലൈവറി അമിലേസ് പാർഷ്യലി കൺവേർട്സ് ദ സ്റ്റാർച്ച്, എ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്, ടു മാൾട്ടോസ്, എ ടൈപ്പ് ഓഫ് ഷുഗർ. അപ്പോൾ നിങ്ങൾ ഒരു പ്രവർത്തനം നോട്ട്ബുക്കിലേക്ക് എഴുതണം, നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണം. ഉമിനീരിലെ ഘടകങ്ങളും അവയുടെ ധർമ്മവും എന്നതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ കമ്പണൻസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സലൈവ. ഇനി ഞാൻ നിങ്ങളോട് ഒരു അനുഭവം ചോദിച്ചോട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും കറികളൊന്നും കൂടാതെ കുറച്ച് ചോറ് കുറഞ്ഞ നേരം
ചവച്ചരച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? നമ്മളൊക്കെ തന്നെ പലപ്പോഴും ചെയ്തു നോക്കിയിട്ടുണ്ടാവും, അറിഞ്ഞോ അറിയാതെ ചെയ്തു നോക്കിയതാവും. അങ്ങനെ ചോറ് നമ്മൾ കറി കൂട്ടാതെ, കറിയോ ഉപ്പോ അല്ലെങ്കിൽ തൈരോ ഒന്നും കൂട്ടാതെ കുറച്ച് നേരം ചവച്ചരച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്കുണ്ടായിട്ടുള്ള അനുഭവം? Chewing the rice for a certain time without adding curry, what is your experience? അതെ, ചെറുതായിട്ട് മധുരം അനുഭവപ്പെടും, ഒരു സ്വീറ്റ് ടേസ്റ്റ് നമുക്ക് അനുഭവിക്കാനാവും അല്ലേ? ഇതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പറയാനാവുമോ? പറയാമല്ലേ? എന്തുകൊണ്ടാണ്? അതെ, സലേവറി എമിലേസ് അന്നജത്തിന് ടേസ്റ്റൊന്നുമില്ല, അന്നജത്തിന് രുചിയൊന്നുമില്ല, സ്വാദൊന്നുമില്ല. ആ സ്വാദില്ലാത്ത അല്ലെങ്കിൽ രുചിയില്ലാത്ത അന്നജത്തിനെ എന്താക്കി മാറ്റുന്നു? മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നതുകൊണ്ടാണ് നമുക്ക് മധുരം അനുഭവപ്പെടുന്നത്. വ്യക്തമായല്ലോ അല്ലേ? അപ്പോൾ ആഹാരത്തിനൊപ്പം നമ്മൾ പോകുമ്പോൾ നമ്മൾ കണ്ടെത്തിയ കാര്യം എന്താണ്? വായിൽ വെച്ച് ഈ ആഹാരത്തിനെ ചവച്ചരച്ച് അല്ലേ, ചവച്ചരയ്ക്കുന്നതായിട്ട് കണ്ടു. ആ ചവച്ചരയ്ക്കുന്നതിനൊപ്പം തന്നെ അതിലടങ്ങിയിരിക്കുന്ന അന്നജം എന്തായി മാറി? ഭാഗികമായിട്ട് മാൾട്ടോസായിട്ട് മാറി. അവിടെ ഒരു കെമിക്കൽ ചേഞ്ചാണ് നടന്നത്, രാസമാറ്റമാണ് നടന്നത്, അതൊരു രാസിക ദഹനമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയുമാണ് വായിൽ വെച്ച് ആഹാരത്തിന് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ. ഇനി ഈ ആഹാരത്തിന് എന്താ സംഭവിക്കുക നോക്കാം. ഈ വീഡിയോ നിരീക്ഷിക്കൂ. നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കും. ഗ്രസനയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ഈ ഭാഗം അടയ്ക്കുന്നു. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ഈ ഭാഗം കൊണ്ട് അടയ്ക്കപ്പെടുന്നു. നാക്കിന്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമപിധാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. അങ്ങനെ വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം അതിനെന്ത് സംഭവിച്ചു? അത് നാക്കിൻ്റെ സഹായത്താൽ വിഴുങ്ങപ്പെട്ടു. അപ്പോൾ നാക്കിൻ്റെ സഹായത്താൽ ആഹാരം വിഴുങ്ങപ്പെടുന്നു. ദിസ് പാർഷ്യൽ ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് swallowed with the help of tongue. അങ്ങനെ നേരെ ഈ ആഹാരം എങ്ങോട്ടാണ് പോകുന്നത്? വായുടെ അടുത്ത ഭാഗത്തേക്ക്. വായ കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് നീങ്ങി. അടുത്ത ഭാഗം ഏതാണ്? അന്നനാളമാണോ? അല്ല, അതിനു മുമ്പ് ഒരു ഭാഗമില്ലേ? എന്താണ് അതിൻ്റെ പേര്? ഗ്രസനി അഥവാ ഫാരിങ്സ്. അപ്പോൾ ഗ്രസനി അഥവാ ഫാരിങ്സ് എന്ന ഭാഗത്തിലേക്കാണ് ആദ്യം ആരെത്തുന്നത്? ആഹാരം എത്തുന്നത്. അപ്പോൾ നാം വിഴുങ്ങിയ ആഹാരം ഗ്രസനിയിലൂടെ അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നു. സോ ദ swallowed ഫുഡ് ഈസ് entered to the esophagus through the pharynx. മുമ്പ് നാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഗ്രസനി എന്നത് ശ്വസന പദത്തിൻ്റെയും ദഹന പദത്തിൻ്റെയും പൊതുഭാഗമാണ്. സോ ഫാരിങ്സ് ഈസ് എ കോമൺ പാർട്ട് ഓഫ് ബോത്ത് റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് ഡൈജസ്റ്റീവ് ട്രാക്ട്. നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. ദ ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ് ബൈ ദ ഹെൽപ്പ് ഓഫ് പലൈറ്റ്. അങ്ങനെ ഉരുളകളാക്കപ്പെട്ട ആഹാരം നേരെ എങ്ങോട്ട് നീങ്ങുന്നു? നാക്കിൻ്റെ പിൻഭാഗത്തേക്ക് നീങ്ങുന്നു. അവിടെ നോക്കിയാൽ നമുക്ക് വായുടെ ഉപരിതലത്തിൽ പിൻഭാഗത്തായിട്ട് നമുക്ക് ചെറുനാക്ക് എന്ന ഒരു സംവിധാനം കാണാം. ഈ ചെറുനാക്ക് ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ഈ ഭാഗം അടയ്ക്കുന്നു. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തിന്, മൂക്കിൽ നിന്നും വരുന്ന ഭാഗത്തിൻ്റെ ആ ഒരു ദ്വാരഭാഗത്തിനെ ഇത് അടയ്ക്കുന്നു. അപ്പോൾ ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ഈ ചെറുനാക്ക് അടയ്ക്കുന്നു. ദ ഒവ്യൂള ക്ലോസസ് ദ nasal cavity which opens to the pharynx. ഇനി ക്ലോമപിധാനം എന്ന സംവിധാനമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ശ്വാസനാളം മുകളിലേക്ക് ഉയരുന്നു, അതോടൊപ്പം ക്ലോമപിധാനം കൊണ്ട് ഈ ഭാഗം അടയ്ക്കപ്പെടും. ശ്വാസനാളത്തിൻ്റെ ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ക്ലോമം. അതിനെ അടയ്ക്കുന്ന ഭാഗം അടപ്പ്, പിധാനം, ക്ലോമപിധാനം. അപ്പോൾ ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ക്ലോമപിധാനം എന്ന അടപ്പ് കൊണ്ട് അടയ്ക്കപ്പെടുന്നു. ട്രക്കിയ റൈസസ് അപ്പ് ആൻഡ് ക്ലോസ്ഡ് ബൈ ദിസ് എപ്പിഗ്ലോട്ടിസ്. ആ ഒരു ഭാഗവും നിങ്ങൾക്കവിടെ കാണാം. അതോടുകൂടി ഈ രണ്ട് ഭാഗങ്ങളും അടയ്ക്കപ്പെട്ടു. ശ്വസന പദത്തിൻ്റെ രണ്ട് ഭാഗങ്ങളും അടയ്ക്കപ്പെട്ടു. ഏതൊക്കെ ഭാഗങ്ങൾ? നാസഗഹ്വരത്തിലേക്കുള്ള ഭാഗവും അതുപോലെ തന്നെ ശ്വാസനാളത്തിലേക്കുള്ള ഭാഗവും. ഈ ചെറുനാക്ക് എന്ന സംവിധാനം കൊണ്ടും ക്ലോമപിധാനം എന്ന സംവിധാനം കൊണ്ടും രണ്ട് ദ്വാരങ്ങളെയും അടച്ചു കഴിഞ്ഞു.
ഇനി ഭക്ഷണം അകത്ത് കയറുമോ? ഇല്ല. ഭക്ഷണം ഇനി എങ്ങോട്ടേ പോവുകയുള്ളൂ? ഭക്ഷണം നേരെ അന്നനാളത്തിലേക്ക് ഇറങ്ങുന്നു. നാക്കിൻ്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോപിധാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ടങ് അലോസ് ദ ഫുഡ് ടു മൂവ് ഓവർ ദ എപ്പിഗ്ലോട്ടിസ് ഇൻ ടു ദ ഈസോഫാഗസ്. ആഹാരം വിഴുങ്ങുന്ന രീതിയെക്കുറിച്ച് ഒരു കുറിപ്പ് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ തയ്യാറാക്കൂ. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ മോഡ് ഓഫ് സോളോയിങ് ദ ഫുഡ്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പലരും പറയാറുണ്ടല്ലോ അല്ലേ? സംസാരിക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചും അവരെയൊന്നും അങ്ങനെ കളിപ്പിക്കാനോ ചിരിപ്പിക്കാനോ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുക എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്തെന്ന് മനസ്സിലായോ? ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ റിലവൻസ് ഓഫ് ദ സേയിങ് ദാറ്റ് വൺ ഷുഡ് നോട്ട് ടോക്ക് വൈൽ ഹാവിങ് ഫുഡ്? എന്താണ് സംഭവിക്കുക? അതെ, സംസാരിക്കുമ്പോൾ നാസാഗഹ്വരവും ശ്വാസനാളവും തുറക്കുന്നു. അത് സംസാരിക്കുന്ന സമയത്ത് വായു പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നാസാഗഹ്വരവും അതുപോലെ തന്നെ ശ്വാസനാളവും ഒരുപോലെ തുറക്കേണ്ടതുണ്ട്. അപ്പോൾ നാം ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? ഈ നാസാഗഹ്വരത്തിൻ്റെ ഭാഗവും ശ്വാസനാളത്തിൻ്റെ ഭാഗവും തുറക്കപ്പെടും. എന്ത് സംഭവിക്കുന്നു? ആഹാരം ഈ ശ്വസനപഥത്തിൽ കയറി അപകടം സംഭവിക്കുന്നു. ഒരുപക്ഷെ മരണം വരെയൊക്കെ സംഭവിച്ചു പോയേക്കാം. ഇപ്പോൾ നാം എവിടെ എത്തിക്കഴിഞ്ഞു? ആഹാരത്തിൻ്റെ ഒപ്പം അന്നനാളത്തിൽ എത്തിക്കഴിഞ്ഞു അല്ലേ? ഇനി എങ്ങോട്ടാണ് ആഹാരം പോകുന്നത്? നേരെ താഴോട്ടാണ് പോകുന്നത് അല്ലേ? അന്നനാളത്തിലൂടെ ആഹാരം നേരെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആമാശയത്തിലേക്ക് ആണ് പോകുന്നത്. എങ്ങനെയാണ് ഈ ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് പോകുന്നത്? ഈ വീഡിയോയും ഒപ്പം ടെക്സ്റ്റ് ബുക്കിലെ ചിത്രവും നിരീക്ഷിക്കൂ. എന്താണ് മനസ്സിലായത്? അന്നനാളഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. ഒരു തരംഗരൂപത്തിലുള്ള ചലനമാണ് ഇവിടെ ആഹാരത്തിനെ അന്നനാളത്തിലൂടെ മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്നത്. ഇതെവിടെ തുടങ്ങുന്നു? അന്നനാളത്തിൻ്റെ മുകൾ ഭാഗത്ത് തുടങ്ങിയിട്ട് താഴോട്ടാണിത് പോകുന്നത് അല്ലേ? ഇങ്ങനെ അന്നപഥത്തിലുണ്ടാകുന്നതും ആഹാരത്തെ മുന്നോട്ട് നീക്കുന്നതുമായ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. എന്താണ് പെരിസ്റ്റാൾസിസ്? അന്നപഥത്തിലുണ്ടാകുന്നതും ആഹാരത്തെ മുന്നോട്ട് നീക്കുന്നതുമായ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. So peristalsis is a wave-like movement that occurs in the alimentary canal and pushes the food forward. അങ്ങനെ നാം ഇപ്പോൾ ആഹാരത്തോടൊപ്പം അടുത്ത ദഹനസ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞു. ആമാശയത്തിലാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ വെച്ച് ആഹാരത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. പല്ലിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ടൂത്ത്, ദഹനത്തിൽ നാക്കിനുള്ള പങ്ക്, അതുപോലെ തന്നെ ഉമിനീരിലെ ഘടകങ്ങൾ, അവയുടെ ധർമ്മങ്ങൾ, ആഹാരം ഗ്രസനിയിലൂടെ അന്നനാളത്തിലെത്തുന്നത്, പെരിസ്റ്റാൾസിസ്, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇപ്പോൾ നാം ആഹാരത്തിനൊപ്പം ആമാശയത്തിലെത്തിക്കഴിഞ്ഞു. തൽക്കാലം നമുക്ക് അവിടെ വിശ്രമിക്കാം. തുടർന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.